അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇന്നാണെങ്കിൽ നമ്മുടെ വല്യഴിക്കൽ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പോകട്ടോ. ലിഫ്റ്റിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രാമത്തെ വട്ടം? മൂന്നാമത്തെ വട്ടം. മൂന്നാമത്തെ വട്ടം ലൈറ്റ് ഹൗസ്. അയ്യോ ഫോൺ പോയി. ഫോണ് പോത്തില്ല, ഗ്ലാസ് അത് കാണാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഞങ്ങൾ പേടിച്ചു തിരിച്ചു നോക്കിയത് ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ നമുക്ക് പേടിച്ചു. ഓർക്കപ്പുറത്ത് ഗ്ലാസ് ഇടുമ്പോ താഴോട്ട് വീഴാൻ സത്യം. ഈ ഗ്ലാസ് കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട്, അങ്ങോട്ട് പോവെന്നുള്ളത്. ഇങ്ങനൊരു ആട്ടം വരുന്നുണ്ട് നമുക്ക് ഇവിടെ വയ്ക്കുമ്പോ. എത്തിയാ പക്ഷെ സ്റ്റെപ്പ് കയറുമ്പോ വിറ്റാട്ടോ. സ്റ്റെപ്പ് തിരിച്ചിറങ്ങും, നമുക്ക് സ്റ്റെപ്പിൽ ഇറങ്ങാം. അതെന്താ മൈക്ക് എടുക്കട്ടെ. അപ്പൊ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മേളിലെത്തി. നാസി ഇങ്ങനെയാണെങ്കിൽ കാഴ്ചകൾ കണ്ടോണ്ട് നിൽക്കുക. നല്ല അടിപൊളി കാറ്റ്, ഭയങ്കര കാറ്റ് കേട്ടോ. കാറ്റ് നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ചേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മേ, ഈ കാണുന്നതാണ് നമ്മുടെ വല്യഴിക്കൽ പാലം. ആ കാണുന്നതാണ് നമ്മുടെ അഴീക്കൽ പാലം. അതെ, ആ കാണുന്നതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. പിന്നെ അതെ ഇവിടെ കാണുന്നത് ലൈറ്റ് ഹൗസ് അല്ല, ഈ കാണുന്നതാണ് വല്യഴിക്കൽ ബീച്ച്. കണ്ടില്ലേ, അന്ന് സുനാമി വന്ന സമയത്ത് കുറേ അധികം ആൾക്കാർ മരിച്ചത് ഇവിടെ ആയിരുന്നു. പെട്ടെന്ന് എങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അതില്ല, പെട്ടെന്ന് പോകാൻ പറ്റാത്തോണ്ടായിരിക്കുമല്ലോ അവര് മരിച്ചത്. എന്ത് നല്ല അടിപൊളി കാഴ്ച. ഞങ്ങളുടെ കൊല്ലം ആൾക്കാരുടെ അഭിമാനമായിട്ടുള്ള നാടുകളാണ് ഇതൊക്കെ. ഈ കൊല്ലം ആലപ്പുഴ നാട്ടിലുള്ള ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. എന്താ കൊല്ലം? അതെ, കൊല്ലം ഡാ. കൊല്ലം എന്ന് പറഞ്ഞാൽ എന്താ? പപ്പടത്തിന് അടി, കറിക്കകത്ത് പീസിലേക്ക് അടി, എല്ലാത്തിനും അടി. അത് പിന്നെ നമ്മള് ഒരു കാര്യം ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരത്തില്ല. പിന്നെ കട കറികളൊക്കെ വെച്ചേക്കുമ്പോ കൂടുതൽ അടിച്ച് കഴിക്കണം. എന്താ കറി വെള്ളം വാങ്ങിക്കുമ്പോൾ കൂടുതൽ തന്നാ അവർക്ക് കുഴപ്പം അല്ലേ? നിന്നെ പോലുള്ള മണുങ്ങളാഞ്ഞന്മാരെ ഇത് പറയത്തോളൂ. മണൽക്കൂന ഉണ്ട്, അത് താഴെ നോക്കുമ്പോ ആ മണൽക്കൂന ഭയങ്കര ഹൈറ്റ് ആണ്. നമ്മുടെ ഒരു മുമ്പത്തെ വീഡിയോക്കകത്ത് ആ മണൽക്കൂന കാണിച്ചിട്ടുണ്ട്, നമ്മൾ അതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റ് ആയിട്ട് താഴെ നോക്കാം. പക്ഷെ ഇതിന് മേളിൽ നോക്കുമ്പോഴോ ഒരു കുന്നിന്റെ അത്ര. അത് വേറൊരു ഹൈലൈറ്റ് കാണിച്ചാൽ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നത് കാണിച്ചാൽ ഒരു കടുകുമണിയുടെ അത്ര പറ്റുന്നുണ്ടോ? നമ്മുടെ വണ്ടിയാണ് ആ താഴെ ഇരിക്കുന്നത്. ഞാൻ ഇതൊന്ന് താഴോട്ട് വെച്ചിട്ടേ കാണിക്കാം. അമ്മേ എന്ന് പിടിച്ചേ. ആ ഇരിക്കുന്നതാണ് അയ്യോ എൻ്റെ അതായിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി. കണ്ട എത്ര താഴെയാണെന്ന് നോക്കിയോ. ഇത്രയും താഴ്ചയാണ് വണ്ടി ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഫാമിലി ഒക്കെ ആയിട്ട് പറ്റുവാണെങ്കിൽ അഴീക്കൽ വരുന്ന സമയത്ത് ലൈറ്റ് ഹൗസിലും കൂടെ കയറിയിട്ട് പോകണം കേട്ടോ. നല്ല അടിപൊളി. ഈ സമയത്ത് വരാതിരിക്കുന്നല്ല, വെയില ഈ സമയത്തല്ല. ഒരു 4 മണി തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധി കേട്ടോ. തിങ്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ 6 മണി 6:45 വരെ കണ്ടേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് വന്നിട്ട് പോകണം എല്ലാവരും. പക്ഷെ കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാണ്. ഫുള്ള് റൗണ്ട് അടിച്ച് കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഫുള്ള് അങ്ങോട്ട് പാലം, ഇങ്ങോട്ട് വലിയ ബീച്ച് അഴീക്കലും, പിന്നെ അപ്പുറത്താണെങ്കിലും ബീച്ച് റോഡ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളുടെ അഭിമാനം. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വരണം. പിന്നെ കൊല്ലത്തോട്ടൊക്കെ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറി എൻജോയ് ചെയ്തിട്ട് മാക്സിമം പോകാൻ ശ്രമിക്കണം. അതെ, വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അങ്ങനെ ഇതുവഴി പാസ് ചെയ്യുന്നെങ്കിൽ അഴീക്കലും കയറി ഇവിടെയൊക്കെ കയറി എൻജോയ് ചെയ്യണം കേട്ടോ. മാക്സിമം ഫാമിലി ആയിട്ടൊക്കെ വന്ന് അത്രയും നല്ലത്. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഷോർട്ടിൽ പറഞ്ഞ പറ്റത്തില്ല, അക്ഷരസ്ഫുടതയോടെ പറയാം. ഇവൻ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന വായിക്കണം. ഞങ്ങള് റൈറ്റർമാര് ഞങ്ങളുടെ ആ ഒരു ഇതിന് എഴുതത്തുള്ളൂ. അത് ഫോട്ടോ എടുത്ത് ഇവൻ കമന്റ് ഇട്ടിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കണം. അത് ഞാൻ എന്തിനാ എടുത്തിരുന്നത്? ഇയാൾക്കല്ലേ ശരിയാണെന്ന് പറഞ്ഞു. എനിക്ക് ശരിയാണ്. ഡൗട്ടുള്ള ആൾക്കാരാണ്. ഡൗട്ടുള്ള ആൾക്കാരല്ല, എഴുതി വെക്കുന്ന കറക്റ്റാണ്. എന്ത് ചെയ്യാന്, എന്ത് ചെയ്താലും മൊത്തം എഴുതാൻ അറിയത്തില്ല അവര്. ആരും പറയലെന്ന് പറഞ്ഞു. ഞാൻ നാണക്കാണ്. അതുകൊണ്ട് പിന്നെ
നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ, നമ്മളിങ്ങനെയാണ്, പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. പലരും ഇങ്ങനെ പറയാറുണ്ട്, എന്നെ ഇങ്ങനെ കളിയാക്കുന്നു, കുറ്റം പറയുന്നതൊക്കെ കാണുന്നുണ്ട്, അത് ബോറല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ ഈ കൂട്ടുകൂടിയ ഈ നാൾ തൊട്ടേ ഞങ്ങളിങ്ങനെയാണ്. ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങൾ കളിയാക്കും, ചിരിക്കും, ഇതൊക്കെ പിന്നെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് പലതും. പിന്നെ പലതും പല വീഡിയോസാണ് കേട്ടോ, കൂടുതൽ ഇവൻ്റെ ആയിരിക്കും വരുന്നത്, ഞാനായിരിക്കും എടുക്കുന്നത്. ഇവൻ പിന്നെ വല്ലതും തിന്നുമ്പോൾ മാമുണ്ടുമ്പോൾ അതിൻ്റെ ആക്രാന്തത്തിൽ ഇരിക്കും. പിന്നെ ഞാൻ അതിൻ്റെ എല്ലാം ഒപ്പിയെടുക്കും. ഞാൻ കഴിക്കുന്ന വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിക്കുന്ന എടുക്കാൻ ഇവന് സമയം കഴിയില്ല. ഇവൻ ഫുഡ് കാണുമ്പോൾ എല്ലാം മറന്നു പോകും, വാരി വലിച്ച് തിന്നാനുള്ള. ഞാൻ ജീവിക്കാൻ വേണ്ടി തിന്നുന്നത്, നീ തിന്നാൻ വേണ്ടി ജീവിക്കുന്നത്. അതാണ് ഇവനും ഞാൻ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. തിന്നാൻ വേണ്ടി അല്ല, ജീവിക്കാൻ വേണ്ടി തിന്നുന്നതിന് ഇപ്പൊ 99 കിലോ, 90 കിലോ. എന്റെ ഹൈറ്റ് 68 കിലോയോ, 68 നിന്റെ വീട്ടിലെ മിഷനകത്തല്ലേ? അല്ല, പുറത്ത് വെച്ച് തുപ്പാശ്ശേരി ഞാൻ അമ്മയും കൂടെ പോയപ്പോ നോക്കാം. കുഴപ്പമില്ല, വണ്ണം തന്നെ ഇല്ലയോ? ഇവന് കുണ്ടിയും വയറും എല്ലാം ചാടി. അസഭ്യം. അല്ല, വീഡിയോക്കകത്തുണ്ട്, എല്ലാരും പറയുന്നുണ്ട്. സത്യം, നിനക്ക് വേണ്ട ഇവന് മൊത്തത്തിൽ ചാടി കിടക്കുകയാണ്. എന്നെ നേരിട്ട് കാണുന്ന ഒരാളും പറയത്തില്ല. നമ്മുടെ ബൈക്കിന്റെ വീഡിയോക്ക് കാണിരടാ ബാക്കില് കാണിര്. എന്തിനാ സാരി കൊടുത്ത വീഡിയോ ഉണ്ടല്ലോ. കാണിര് എവിടാണ് ചാടി കിടക്കുന്നത്? കാണിര്. കണ്ട കേസ് നല്ല രസമുണ്ടല്ലേ കാണാൻ. നീ ഇച്ചിരി ഫ്രീ ആയിട്ടുള്ള ഷർട്ട് ഉടുപ്പൊക്കെ ഇട്ട് ശീലിക്കണം. ഇല്ല, എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. ഇനി ഇറങ്ങി പിടിച്ച പോലെ അല്ല, പെണ്ണുങ്ങൾ ഇടുന്ന പോലെ ടീഷർട്ട് ഇട്ടോണ്ട് കിടക്കാതെ. എനിക്കിതാണ് ഇഷ്ടം. പിന്നെ വല്ലപ്പോഴും ഒന്ന് കുളിക്കണം. ഇല്ല, നീ കുളിപ്പിക്കാൻ വരാത്തോണ്ട് കുളിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആണുങ്ങടുത്തോട്ട് എല്ലാറില്ല. ശരിയാ, നീ പോന്നത്. ബിനോയ്ക്ക് മനസ്സ് മാറുന്നു കേസ്. എന്നെ അല്ല കാണുന്നത്. നിന്നെ കാണുന്നില്ലേ? എന്നെ അല്ല കാണുന്നത്. പിന്നെ ആരെ കാണുന്നത്? ബിനോയ് ഇവിടെ അങ്ങനെ കാണിക്ക്. അന്നേരം എന്നെ അല്ല കാണുന്നത്. ഈ പോസ്റ്റിങ് ഷർട്ട് ഇടാത്ത ഒരെണ്ണമുണ്ട് കേട്ടോ, വരുന്നതായിരിക്കും വീഡിയോയ്ക്കകത്ത്. എന്റെ ജിം ബോഡി ആയിട്ട് ജിം ബോഡിക്കകത്ത് എന്തൊക്കെ കാണുന്ന ബാക്കിയുള്ള ഒപ്പിയെടുത്ത് കമന്റ് ബോക്സ് ചെയ്യണം, ഹൈലൈറ്റ് ആയിട്ടുള്ള. അപ്പോൾ അടിപൊളിയല്ലേ? അതുകൊണ്ട് ലൈറ്റ് ഹൗസ് ഒക്കെ അടിപൊളിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണാൻ നല്ല അടിപൊളി കളറിൽ കിടക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റ്. തിരിച്ച് നമ്മൾ സ്റ്റെപ്പിൽ ഇറങ്ങും കേട്ടോ. സ്റ്റെപ്പിൽ ബിനോയ് ഇറങ്ങും, ഞാൻ ലിഫ്റ്റ് വഴി. നീ ഇറങ്ങും, ബിനോയ് സ്റ്റെപ്പ് വഴി ഇറങ്ങുന്ന വീഡിയോ. ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നില്ല. നീ ഇറങ്ങും സ്റ്റെപ്പ് വഴി. ഇറങ്ങുവാണെങ്കിൽ നിനക്ക് ഇന്നൊരു അൽഫാം മന്തി വേണ്ട. ഇയാൾക്ക് മന്തി കഴിക്കണമെങ്കിൽ ഇയാള് സ്വയം പറഞ്ഞാൽ പറയാ, എന്നാ സ്റ്റെപ്പ് ഇറക്കണേ. മന്തി കഴിക്കാതെ എനിക്ക് വേണ്ട മന്തി. ഞാൻ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കണ്ട എന്റെ വയറൊക്കെ കുറഞ്ഞ് ഞാൻ വെയിറ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നോണ്ടിരിക്കുക. എൻ്റെ ഇടുപ്പിന്റെ വെയിറ്റ് ആണ്, അവിടുത്തെ ഇത് മാറി ഒത്തിരി വെയിറ്റ് കുറച്ച്. ഞാനിപ്പം ഭക്ഷണം ഭയങ്കരമായിട്ട് നിയന്ത്രിച്ച്. അതുകൊണ്ട് കൊച്ചിനെ പോലെ വെള്ളത്തിൽ കളിച്ച് നടക്കും. നോക്കിയേ, കൊച്ചു പിള്ളേര് വെള്ളത്തിൽ കളിക്കുന്ന നോക്കിയേ, വെള്ളത്തിൽ കളിച്ച് നടക്കും. വെള്ളത്തിൽ കളിക്കണം. എന്താ കാല് നനഞ്ഞിരിക്കുന്നുണ്ടല്ലേ, കാണാൻ പറ്റില്ലേ? അതായത് എന്റെ കാൽപ്പാടായി കാണുന്നത്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസം. ഇങ്ങനെ കണ്ടില്ലേ? അങ്കണവാടി പഠിക്കുന്ന കൊച്ചു നോക്കിയേ. പിന്നെ ഡോറാബുജി കാണുന്നവരുണ്ട്. ബിനോയ് പണ്ടൊരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ ഇങ്ങനെ താറാവ് വെള്ളത്തിൽ നീന്തുന്ന പോലെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതെടുത്ത് കേരള പ്രദേശത്ത് ഇടുന്നതായിരിക്കും. ഈ ടവറിന്റെ മേളിൽ നിൽക്കുമല്ല, നമ്മള് ലൈറ്റ് ഹൗസിന്റെ മേളിൽ നിൽക്കുമ്പോൾ ഒരു ടവർ കാണുന്നുണ്ടോ? ലൈറ്റ് ഹൗസിന്റെ മേളിൽ നിന്നിട്ട് കാണാൻ പറ്റില്ല, അത് മനസ്സിലാക്കണം ആദ്യമേ. ടവർ ഈ ലൈറ്റ് ഹൗസിന്റെ എന്താ പറയുക, കുറച്ചോളൂ. ഇനി ഇതിന്റെ മേളോട്ടുണ്ട് കേട്ടോ. ടോപ്പിലോട്ട് നമുക്ക് കയറാൻ പ്രവേശനമില്ല. ഇവിടെ ഏണയുണ്ട്, പക്ഷെ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് കയറാനുള്ള ലൈറ്റ് അവിടെ ലൈറ്റ് കറങ്ങി അടിക്കുന്ന ലൈറ്റ് ഇരിക്കുന്നത്. കറങ്ങി അടിക്കും രാത്രിയാകുമ്പോൾ ലൈറ്റ് ഹൗസിന്റെ. നാസിയെ കറങ്ങി അടിക്കാറുണ്ട് ഇടയ്ക്ക് ശാസ്താംകോട്ടയിലോട്ട് വേണം. ചില കുരവന്മാരോട് നടക്കുന്ന വേറെ മനുഷ്യരുണ്ട് തന്നെ. ലൈറ്റ് ഹൗസ് ഒക്കെ നോക്കി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ മേള് കാണാൻ പറ്റുന്നുണ്ട്. നോക്കി ആന്റിനെ വരെ കാണാം. കണ്ട ആന്റിനെ വരെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ബിനോയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ബിനോയെ സ്റ്റെപ്പ് ഇറക്കണം. അയ്യോ, ഒരു പാവം തേനീച്ച കിടന്ന്. പക്ഷെ സ്റ്റെപ്പ് കേറത്തില്ല കേട്ടോ. അവൻ ജീവനുണ്ടെന്ന് തോന്നുന്നു തേനീച്ച കണ്ടപ്പോ കേട്ടോ. പാവം ചെയ്ത് തേനീച്ച. ആ മോന്തൊക്കെ കൊള്ളാം. അങ്ങോട്ട് ഇറങ്ങും. അടിപൊളി ഹാള് ലൈറ്റ് ഹൗസിന്റെ അല്ലേ, കൊള്ളായിരിക്കും. നല്ല വിശാലമായിട്ടുള്ള ഹാളുണ്ട്. നേരത്തെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു ഇറക്കുന്നത്. ഇവിടുന്ന് പിന്നെ സ്റ്റെപ്പ് കയറുമായിരുന്നു. നമ്മൾ ഡയറക്റ്റ് മേളിൽ. അന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ ഇറക്കിയത്.
ഞങ്ങൾ ഇവിടെ ഇരുട്ടാണ്, ഹാള് കണ്ടില്ലേ. എൻ്റെ ഷോക്സ് തെന്നുന്നോ സ്റ്റെപ്പ് ഇറങ്ങുവാണ്, ഉണ്ട് കേട്ടോ ഇറങ്ങാൻ. എൻ്റെ സോക്സ് തെന്നുന്നത്, അതുകൊണ്ട് പേടിയുണ്ട്. ഇതിൻ്റെ താഴോട്ടുള്ള ഹൈറ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ച്. എൻ്റെ ഫോൺ പോവല്ലേ, ഇത് ഞാൻ പിടിച്ചോളാം. ഫോൺ പോവല്ലേ. ഇതുകൊണ്ടില്ലേ ഇത്ര സ്റ്റെപ്പ് ഇറങ്ങേണ്ടതാണ്ട ഏറ്റവും അടിയിൽ. താഴെ നിന്ന് മേളോട്ട് നോക്കുമ്പോൾ ഒന്നും അറിയത്തില്ല. ഇനി ഇറങ്ങാൻ നല്ലത്, ഇറങ്ങാൻ സുഖമാട്ടെ. ഇറങ്ങാൻ സുഖം, കയറാനും പാട്. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളിത് ഈ സിമ്പിളാണെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ കയറിയേ. പക്ഷെ പകുതി എത്തിയപ്പോൾ ഞങ്ങളുടെ മുട്ട് കിടന്ന് ഇങ്ങനെ ഇയാടെ വാചാടി അങ്ങോട്ട് ഇറങ്ങും. ഇയാളെ കത്തിയടിയൊക്കെ നിൽക്കാതെ നോക്കിയേ. ഇതുണ്ട് എല്ലാവരും ജനലൊക്കെ ഉണ്ട്, വലിയ സംഭവം സെറ്റായിട്ട് അവിടുത്തെ. എന്തൊരു മുഴക്കമെന്ന് നോക്കിയേ സംസാരിക്കുമ്പോൾ. എന്ത് വേടേ മുഴക്കം. ലിഫ്റ്റ് കയറി വന്നപ്പോൾ ഒന്നും അറിയില്ല, ഇറങ്ങുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ ഇങ്ങനെ ഇറങ്ങി നമ്മൾ തീർന്നെന്ന് കേട്ടോ. തീർന്നൊന്നുമില്ല, ഇനിയും കിടക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇനിയും കിടക്കണം, കറങ്ങിക്കൊണ്ടിരിക്കണം. സെറ്റപ്പ് സ്ഥലം കേട്ടോ. ആ താഴോട്ട് എത്തുന്നതനുസരിച്ച് നമുക്ക് ആ എക്കോടെ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. താഴോട്ട് ചെല്ലുമ്പോൾ എക്കോടെ പറഞ്ഞു. ഇനി എത്ര ഉണ്ട് നടക്കാനാണ്? അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ, കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇറങ്ങുമ്പോഴും ഇച്ചിരി പാടുണ്ട്. സുഖമുണ്ട്, പക്ഷെ അറിയുന്നില്ല. കയറുമ്പോഴാണ് ഇച്ചിരി പാട്. കയറുമ്പോഴാണ് പാട്. പക്ഷെ വണ്ണം കുറയാൻ ഇതാണ് ഇപ്പോൾ. ഒരു 10 തവണ മേളിൽ പോയി 10 തവണ താഴെ വന്നാൽ മതി. അടിപൊളി അടിപൊളി. ലിഫ്റ്റ് അതിലേ കൂടെ പോന്നു കേട്ടോ. ഇവന്റെ സോക്കടെ ഞൊരപ്പം കാരണം ഇറങ്ങി നടന്നു പോന്നു ഞങ്ങള്. ഇനി എത്ര ഉണ്ട്? ഇനി 2 എണ്ണം കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തും. ഞങ്ങളെ കണ്ടില്ലേ ലിഫ്റ്റ് പോയിരിക്കുന്നു. ലിഫ്റ്റ് തൊഴി വന്നു. നിനക്കാണീര് എന്താ ഇനി ഒരു സ്റ്റെപ്പ് താഴെ നമ്മള് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്റ്റെപ്പ് കുറേ ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ. ഇതെല്ലാം സ്റ്റെപ്പ്. ബിനോയ് നടന്ന തല ഇറങ്ങിയപ്പോ തല ഇറങ്ങുന്ന തലയിൽ എന്നെ മൂട് വരെ ഇറങ്ങണം നിന്റെ സ്വഭാവത്തിന്. ഇത്രയും കറങ്ങി ഇറങ്ങിയില്ലേ? ഞാൻ ചവിട്ടി രണ്ടാക്കി അങ്ങോട്ട് ഇറങ്ങാൻ. എനിക്ക് പയ്യെ ഇറങ്ങാം. നമ്മളങ്ങനെ താഴെ എത്തി കൂട്ടുകാരെ, താഴെ എത്തി. അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ അവസാനം എത്തിയിരിക്കണം കേട്ടോ. താഴെ നമ്മളെത്തി. താഴെ എത്തി. താഴെ എത്തി. ഞാനവിടെ ശാസ്താംകോട്ടയിലെ കുരങ്ങൻ്റെ ബിനോയുടെ പാരമ്പര്യമായിട്ടുള്ള ആരോ ഇവിടെ ഇരിക്കുന്നു. ഫാദറിന്റെ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് കറക്റ്റ് നാസിയുടെ ഫേസ് കട്ടോ. ബിനോയ് അത് കണ്ടപ്പോൾ ബിനോയ്ക്ക് ത്വര കൊടുത്തു അങ്ങോട്ട് പോകാനായിട്ട്. അത് എന്നിലേക്ക് ആകാന്നുള്ള ഒരു നിയന്ത്രണം നോക്കുന്നത്. പക്ഷെ ഈ പല്ലു അവന്റെ മോന്തെ കണ്ട അറിയാൻ നോക്കി അതേ രീതിയിൽ ഇരിക്കുക കേട്ടോ. അത് ഒരു വ്യത്യാസമില്ല കേട്ടോ. കണ്ട ആ താടി അത് തന്നെ ഒന്നുമില്ല. സ്വന്തം അച്ഛനാണെ തോന്നത്തോളം കണ്ടു കഴിഞ്ഞു. സ്വന്തം അച്ഛനാണ് തോന്നത്തോളം കണ്ട്. ഞാൻ മാറ്റം ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പൊ നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടിറങ്ങി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. ഞങ്ങളിപ്പോ പോവാണ്. നല്ലൊരു മഴയാണ് വരുന്നത്. കോള് കണ്ടില്ലേ, ബാക്ക് വശം കോള് വരുന്നുണ്ട് കേട്ടോ. ഇനി മഴ പെയ്ത ബൈക്കില്ല, നമ്മൾ വണ്ടിയിലല്ല, പൊതിരെ നനയും. യാതൊരു മഴവും ഇല്ലാത്ത നനയിലായിരിക്കും നനയും. ഓൾറെഡി നമ്മൾ നനഞ്ഞിട്ടാണ് വന്നത്. ഇനി അതിൻ്റെ കൂടെ ഇനിയും നനയേണ്ടി വരും. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.